പൂർവ്വകാല ശുചീകരണം എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും ഈ മൺസൂണിന് മുമ്പ് നടക്കേണ്ട നടപടികളാണ്. ആ നടപടികൾ എന്തുകൊണ്ടോ ഇപ്രാവശ്യം ഫലപ്രദമായി നടന്നതായി ഒരു തോന്നലില്ല. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അതിന് തൊട്ടടുത്ത് സംഭവങ്ങളുണ്ടായി. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ അത് ജീവന് ഭീഷണിയായി വരുന്നു എന്നുള്ളത് ഒത്തിരി കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാദഗതികളാണ്. അപ്പോൾ വേരുറപ്പില്ലാത്ത മരങ്ങൾ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു സർവേ നടത്തുകയോ അല്ലെന്ന് വരികിൽ അതിൻ്റെ ഒരു സോഷ്യൽ സ്ക്രൂട്ടിനി പോലെ അതിനൊരു സ്ക്രൂട്ടിനി നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുകയോ ചെയ്യണം. അതൊന്നും നടന്നതായിട്ട് അറിയില്ല. പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരമാകുമ്പോൾ ആ മരത്തിന് മനുഷ്യൻ്റെ ജീവഹാനിക്ക് വിരുദ്ധമാണ്, എതിരാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നടപടിയെടുക്കാൻ നിയമത്തിനകത്ത് തന്നെ പ്രൊവിഷനുണ്ട്. മാത്രമല്ല, ഇവിടെ കോട്ടയം ജില്ലയിലെ ജില്ലാ വികസന സമിതി ഇങ്ങനെ പൊതുസ്ഥലത്ത് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ അതിൻ്റെ മേൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി. ജില്ലാ അഡ്മിനിസ്ട്രേഷനെ ഓതറൈസ് ചെയ്തു. അവർ നടപടിയെടുത്തു എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇവിടെ പലയിടത്തും ഈ മരം മറിഞ്ഞ് വീട് കൊണ്ടേയിരിക്കുകയാണ്.